ഹലോ. ഓൺലൈനിലായിട്ട് പെർഫ്യൂം അത്തർ ഷോപ്പുള്ളവർ ഇറങ്ങാൻ നേരത്ത് ആദ്യം തന്നെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലമാണ് അവർക്ക് എൻക്വയറീസ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് എൻക്വയറി ചോദിച്ചു വരുന്നുണ്ട്, പക്ഷേ സെയിൽ നടക്കുന്നില്ല എന്നുള്ളത്. ഇവിടെ പലപ്പോഴും പെർഫ്യൂം അത്തർ ഷോപ്പുള്ളവർ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൈസ് കൂടിയത് കൊണ്ടായിരിക്കാം, വില കൂടിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ വില കുറച്ച് നോക്കും, അതിൽ ഈ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് നോക്കും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും സെയിൽ വരുന്നില്ല. കഴിഞ്ഞൊരു 2-3 വർഷം ഓൺലൈനിലെ പല ബിസിനസ് ഓണേഴ്സിനെയും കണ്ട ഒരു എക്സ്പീരിയൻസിൽ പറയാം, എല്ലാ ബിസിനസ്സിലും ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങൾ ഇപ്പോൾ പെർഫ്യൂം മാറ്റി വേറെ ക്ലോത്തിങ്ങിലേക്ക് ചാടിയെന്ന് വിചാരിക്കുക, ഇതേപോലെ തന്നെയാണ്. തുടക്ക സമയത്ത് എൻക്വയറി വരും, പക്ഷെ സെയിൽ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഓൺലൈനിൽ സെയിൽ ചെയ്യാനും നമ്മൾ പഠിക്കണം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാത്തത്. അപ്പോൾ ആദ്യം കസ്റ്റമറെ കൊണ്ടുവരിക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ശേഷം സെല്ല് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഞാനിതിനെ പറയുന്നത് ATS മെത്തേഡ് എന്നാണ്. ATS എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യുക, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ATSലെ S ശേഷം ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കസ്റ്റമേഴ്സ് എൻക്വയറി ചോദിച്ച് വരാൻ നേരത്ത് നമുക്ക് എങ്ങനെയൊക്കെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ പ്രൈസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സെല്ല് ചെയ്യുന്നതിന് പകരം കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വാല്യൂ ആദ്യം അങ്ങോട്ട് കൊടുക്കുക, ശേഷം മാത്രമാണ് നമ്മൾ സെല്ലിങ്ങിലേക്ക് ഇറങ്ങാവുള്ളൂ. ഏത് പെർഫ്യൂം യൂസ് ചെയ്യണം, ഇന്ന കാലാവസ്ഥയിൽ ഇന്ന രീതിയിലുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യുക, കൂടുതൽ ലാസ്റ്റിങ് വേണമെങ്കിൽ ഈ മോഡലിലുള്ള ഇന്ന കമ്പനിയുടെ പെർഫ്യൂം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന കോൺസെൻട്രേഷനിലുള്ള പെർഫ്യൂം യൂസ് ചെയ്യുക. അത് നമ്മൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്ക് ഉള്ളവർക്ക് ചിലപ്പോൾ ലൈറ്റ് സ്മെല്ലുള്ള പെർഫ്യൂംസ് ആയിരിക്കും അവർക്ക് ഇഷ്ടം. ഭയങ്കര ഹാർഡായിട്ടുള്ള കെമിക്കൽ സ്മെല്ല് അവർക്ക് ജസ്റ്റ് ഒന്ന് അടിക്കുമ്പോഴത്തേക്കും തലവേദന ഉള്ളവർക്ക് തലവേദന വരും. അപ്പോൾ തലവേദനയുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ വാല്യൂസ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവരുടെ ട്രസ്റ്റ് ബിൽഡായിട്ട് വരുന്നത്. വന്ന ഒരാൾക്ക് അപ്പം തന്നെ അത് എഴുതുന്ന എന്ന് പറഞ്ഞ് കൊടുക്കാൻ നേരത്ത് അവരുടെ ട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ സെയിൽ നടക്കാതിരിക്കും. പക്ഷേ ഇവിടെ അധികം ബിസിനസ് ഓണേഴ്സും തെറ്റിദ്ധരിച്ച് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടാണ്. ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സെയിലില്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ അടവായിട്ട് മാത്രമേ പ്രൈസ് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. ഏറ്റവും അവസാനത്തെ അടവ്, ബാക്കിയെല്ലാം പരീക്ഷിച്ച് 18 അടവുകളും ഞാൻ പരീക്ഷിച്ചതിന് ശേഷം ഇനി എൻ്റെ അകത്തൊന്നുമില്ല, വില കുറയ്ക്കലേ ഓപ്ഷനുള്ളൂ. ഈ ഒരു പോയിന്റിൽ വെച്ച് മാത്രമാണ് നിങ്ങൾ വില കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സെയിൽ നടക്കുന്നില്ല, ആദ്യം തന്നെ പോയി നിങ്ങൾ വില കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴും സെയിൽ നടക്കുന്നില്ല. ഇതാണ് അധിക സമയം സംഭവിക്കാറ്. അതായത് നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ 2 സെയിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുക, അത് 4 ആക്കാൻ വേണ്ടി നിങ്ങൾ വില കുറച്ചു പിറ്റേ ദിവസം 2 സെയിൽ തന്നെ കിട്ടണം. വില കൂടി നിന്നപ്പോഴും 2 സെയിൽ, വില കുറഞ്ഞ് നിന്നപ്പോഴും 2 സെയിൽ. ഇപ്പോൾ വില കുറച്ച് 2 സെയിൽ കിട്ടുമ്പോൾ എന്താ പ്രശ്നം? മുമ്പ് കിട്ടിയിരുന്ന ലാഭം ഇപ്പോൾ കിട്ടുന്നില്ല, സെയിലിൻ്റെ എണ്ണം സെയിം ആണെങ്കിലും. ഇതാണ് ആദ്യം പോയി വില കുറച്ച ഒരുപാട് പേരിങ്ങനെ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറയാം, കഴിഞ്ഞൊരു 2-3 വർഷം പല രീതിയിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലെല്ലാം അത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഇവരുടെ തലയിൽ വന്ന ഐഡിയ ആണ് ഓടിപ്പോയി വില കുറയ്ക്കുക എന്നുള്ളത്. എല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണതിനെ പറ്റി കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുത്തോ ഇല്ല. പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ക്വാളിറ്റിയോ എന്തെങ്കിലും കളേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, അത് കൊടുത്തിട്ടില്ല. കസ്റ്റമർ ഇങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യാതെ നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തു ഇല്ല, അത് ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ ഓടിപ്പോയി വില കുറച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ വില കുറയ്ക്കലല്ല അവിടുത്തെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വില കുറയ്ക്കുക. അതായിട്ട് അവസാനത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കുക. ഞാൻ ഇത് പരീക്ഷിച്ചു അവൻ 1, 2, 3, 4 എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽ വന്നിരിക്കും, തീർച്ചയായിട്ടും വന്നിരിക്കും. ഓടിപ്പോയി വില കുറച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭം നമുക്ക് നഷ്ടമാവും. വലിയ വലിയ കമ്പനികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കിട്ടേണ്ടിയിരുന്ന ലാഭത്തെ അത് കിട്ടിയില്ലെങ്കിൽ നഷ്ടത്തിൻ്റെ കോളത്തിലാണ് അവർ എഴുതാറ്. അത് നഷ്ടമായിട്ട് അവർ പരിഗണിക്കുന്നത്. സ്റ്റിൽ പ്രോഫിറ്റൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടേണ്ടിയിരുന്ന ലാഭം നഷ്ടമായല്ലോ എന്നുള്ളത് കൊണ്ട് അതിനെ നഷ്ടമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ വരാൻ നേരത്തെ ഒരു വാക്കിംഗ് കസ്റ്റമർ ഷോപ്പിൽ വരുമ്പോൾ അവിടെ ട്രസ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. കാരണം
നിങ്ങൾക്ക് ഷോപ്പുണ്ട്, ഷോപ്പിന് ബോർഡ് ഉണ്ട്, അതിൽ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾ സെല്ല് ചെയ്യാൻ നിൽക്കുന്നു. അവർ പലപ്പോഴായിട്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ആ ഷോപ്പ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലൂടെ നടക്കാൻ നേരത്ത് നിങ്ങളുടെ ഷോപ്പ് കണ്ടിട്ടുണ്ട്. ഒരാൾ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഷോപ്പ് ഇട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ പിന്നെ അത് മാത്രമല്ല, കാശ് വരുന്നു, അപ്പം തന്നെ പ്രൊഡക്റ്റ് കിട്ടുന്നു. വലിയ ട്രസ്റ്റ് ഉണ്ട്. സെക്കൻഡ് പർച്ചേസിലൊക്കെ ട്രസ്റ്റിൻ്റേതായിട്ടുള്ള ട്രസ്റ്റ് ഇല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റ് ബൈങ് ഒന്നും നടക്കൂല. പക്ഷേ ഇനീഷ്യൽ സെയിലിൽ ഓൺലൈൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ നേരിട്ട് കാണുന്നില്ല. ദൂരെയുള്ളപ്പോൾ നിങ്ങൾ ബിസിനസ് ചിലപ്പോൾ കോഴിക്കോടായിരിക്കും, കസ്റ്റമർ വരുന്നത് എറണാകുളത്തു നിന്നായിരിക്കും, നേരെ തിരിച്ചു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കസ്റ്റമർ കാണാത്തതുകൊണ്ട് കുറച്ച് ട്രസ്റ്റ് ഉള്ളയിടത്തു നിന്നാണ് കുറച്ച് സേഫായിട്ട് അവർ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് ആദ്യം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്, അതൊക്കെ നമ്മൾ വഴിയ ക്ലാസ്സുകളിൽ പറയും. തുടക്കം തന്നെ മനസ്സിലാക്കുക, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്നത്. നമ്മളെന്തെങ്കിലും കൊടുക്കുന്നു, അതിന് തുല്യമായ എന്തെങ്കിലും കസ്റ്റമറുടെ അടുത്തുനിന്ന് വാങ്ങുന്നു. ഒരു വാല്യൂ എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ആദ്യം വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ശേഷം സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലായിട്ട് ഇറങ്ങുമ്പോൾ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും ഇവർ ഓൺലൈനിൽ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ നേരത്ത് പരസ്യം കൊടുക്കുമ്പോൾ അവർക്ക് എൻക്വയറീസ് വരും. അപ്പോൾ സെയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരുടെ മനസ്സിൽ ബിസിനസ് മാറ്റാനായിട്ട് തോന്നും. ഓൾറെഡി ഷോപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റു പല ബിസിനസ്സൊക്കെ ഓൺലൈനിൽ മാത്രമൊക്കെ ചെയ്യുന്നവർ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആ പ്രൊഡക്റ്റ് അപ്പം തന്നെ മാറ്റി അടുത്ത കാറ്റഗറിയിലേക്ക് ചാടും. ആ പെർഫ്യൂം വേണ്ട, എന്നാൽ അത് മോശം, എന്നാൽ ക്ലോത്തിങ്ങിലേക്ക് ചാടാം, എന്നാൽ ക്ലോത്തിങ്ങിൽ പോയി ചാടും. അതൊരു 3-4 മാസം റൺ ചെയ്ത് കഴിയാൻ ഇതും ശരിയാവണില്ല, അടുത്തലേക്ക് ചാടും, ടോയ്സിൻ്റെ ബിസിനസ്സിലേക്ക് ചാടും. പിന്നെ അത് റെഡി ആവണം, എന്നാൽ പിന്നെ സർവീസ് ബിസിനസ്സിലേക്ക് ചാടും. ഏത് ബിസിനസ്സിലേക്ക് ഒരു ചാടിയാലും ഈ സെയിം പ്രോബ്ലം അവർ ഫേസ് ചെയ്യുകയാണ്. എൻക്വയറീസ് ഉണ്ട്, സെയിലില്ല എന്നുള്ളത്. ഇതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാതെ സെല്ല് ചെയ്യാൻ നോക്കുമ്പോഴാണ്, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള സംഗതി ഒന്നും തന്നെ ചെയ്യാതെ സെല്ല് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ സെയിൽ നടക്കാത്തത്. എന്നാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സെയിൽ കൊടുക്കും. പിന്നെ ചില ഇൻഡസ്ട്രികൾ തീർച്ചയായിട്ടും ചിലതിനേക്കാൾ ബെറ്ററാണ് തീർച്ചയായിട്ടും. പക്ഷേ ഒരു സെയിൽ പോലും കിട്ടണില്ലെങ്കിൽ അവിടെ നമ്മുടെ എന്തോ പ്രശ്നമുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമല്ല, മാർക്കറ്റിങ്ങിലെ പ്രശ്നമല്ല, അത് വേണ്ടത്ര ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം ഓൺലൈനിൽ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക. ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലെസണാണ്. ഇത് ചുമ്മാ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്ന് പറയുന്നതല്ല, ഇത് ടെസ്റ്റ് അടിച്ച് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള സംഗതിയാണ്. ഇങ്ങനെ സെയിൽ നടക്കൂ. അതല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ മാറ്റിയത് കൊണ്ടോ, ലോഗോയുടെ കളർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ പച്ച മാറ്റി നീലയാക്കിയത് കൊണ്ടൊന്നും ഒരു വ്യത്യാസം. ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, യൂട്യൂബിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ലോഗോയുടെ കളറിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി ഇപ്പോൾ സെയിലങ്ങ് കൂടി എന്നൊക്കെ. അതൊക്കെ വലിയ 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 ബ്രാൻഡുകൾ അവരുടെ ടെസ്റ്റിങ്ങിലൊക്കെ അവർക്ക് ഓൾറെഡി ഒരു കസ്റ്റമർ ബേസ് ഓൾറെഡി ഉണ്ട്, 10,000 കസ്റ്റമേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുമ്പോൾ കാണുന്ന ഡിഫറൻസാണ്. ഒരു ചെറിയ സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലോഗോയുടെ കളറോ അതിലൊന്നും വലിയ കാര്യമുണ്ട്. നല്ല കളർ കോമ്പിനേഷനും കളർ സ്കീമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഭീമമായിട്ടുള്ളൊരു ഡിഫറൻസ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത് ട്രസ്റ്റ് ബിൽഡിങ്ങിലും പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിങ്ങിലും സെയിൽസിലും ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആ സ്മോൾ ബിസിനസ് വളരുന്നത്. നമ്മളെപ്പോഴും സ്മോൾ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഡിജി സെയിൽസിൽ പറയാറ്. ബിഗ്ഗർ ബിസിനസ്സുകൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.